റസൂല് പറയുന്ന ഏറ്റവും മോശക്കാരായി ആരംഭ റസൂല് പറയുന്ന പടച്ചതമ്പുരാൻ നോക്കാത്ത, കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്ത, രക്ഷയുടെ നോട്ടം നോക്കാത്ത 3 വിഭാഗം 90% ഉൾപ്പെടാൻ സാധ്യത ഗൾഫുകാരാണ്. അതിലൊന്നാമത്തെ വിഭാഗം ആരാ? അല്ലാ കുല്ലി വാലിദൈ, മാതാപിതാക്കളെ സങ്കടത്തിലാഴ്ത്തുന്നവരാണ്, ഉപ്പയെ വേദനിപ്പിക്കുന്നവരാണ്, അവരെ കരയിപ്പിക്കുന്നവരാണ്. നിങ്ങളൊന്നും കൊടുക്കണ്ട ഗൾഫുകാരാ, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങളൊന്നും കൊടുക്കണ്ട ഗൾഫുകാരാ. നാട്ടിലുള്ളവരുമ്മയോട് ചോദിക്കുന്നു, മോൻ വിളിച്ചിരുന്നോ, ഗൾഫിൽ നിന്ന് മോൻ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ, തന്റെ സാരിയുടെ തട്ടം കൊണ്ട്, തന്റെ തോളിൽ കിടക്കുന്ന തുണിക്കഷണം കൊണ്ട് മുഖം മറച്ചിട്ട് കുഴപ്പമില്ല രാവിലെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഒരു കളവ് പറഞ്ഞിട്ട് വീട്ടിന്റെ അകത്തിരുന്ന് പോയി കരയുന്ന ഉമ്മയായി എന്റെ ഗൾഫുകാരാ, നിങ്ങളുടെ ഉമ്മ മാറാൻ പാടില്ല. ഉമ്മ നിങ്ങളെ എങ്ങനെയോ കാണട്ടെ, പിണങ്ങട്ടെ, കുറ്റപ്പെടുത്തട്ടെ, സ്ഥാനം തരാതിരിക്കട്ടെ. 2 ദിവസം കൂടുമ്പോ ഉമ്മ, അതിനുള്ള പൈസ പോകട്ടെ ചെറുപ്പക്കാരാ, അതിനുള്ള സാമ്പത്തികം നിനക്ക് നഷ്ടം വരട്ടെ മോനെ, ഉമ്മ നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയുക. കരളിന്റെ കൽബിന്റെ ഒരു കഷണമായിട്ട് എന്റെയും നിങ്ങളുടെയും വാപ്പയും ഉമ്മയും മാറണം ഗൾഫുകാരാ. ഉമ്മാരെ ദുആ കൊണ്ടല്ലാതെ ഒരു ഗൾഫുകാരനും ഇന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങിയ രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് നിങ്ങൾ പെണ്ണ് കെട്ടിയില്ല, അന്ന് നിങ്ങൾക്ക് മക്കളില്ല, അന്ന് നിങ്ങൾ വീട് വെച്ചില്ല, അന്ന് നിങ്ങൾ പെട്ടികെട്ടുമ്പോ വീടിന്റെ അകത്തിരുന്ന് കരഞ്ഞ ഉമ്മയെ മറക്കാൻ ഇന്ന് സുന്ദരിയായ പെണ്ണിനെയും മക്കളെയും കിട്ടിയപ്പോ എങ്ങനെ കഴിയുന്നു പ്രവാസികളെ? ആദ്യമായി നിങ്ങൾ ഗൾഫിലേക്ക് വരുമ്പോ രാത്രി എഴുന്നേറ്റിരുന്ന് ഉമ്മച്ചി ദുആ ചെയ്തു, അല്ലാ എന്റെ പൊന്നുമോന് കടലിനക്കരെ പോവുകയാണ്, നീ കാത്തുകൊള്ളണം തമ്പുരാന്. ആ ദുആയാണ് ബഹ്റൈനിൽ നീ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എന്ന് തിരിച്ചറിയാൻ. വൈകിപ്പോവല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, വൈകിപ്പോവല്ലേ. ഇന്ന് നീ കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ചേർത്ത് ഇവിടെ പഠിപ്പിക്കുന്നു. പക്ഷേ ആ ഉമ്മയോട് വല്ലപ്പോഴും ഒന്ന് വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാൻ നേരമില്ലാത്ത അവസ്ഥ വന്നു പോവല്ല പെങ്ങളെ, ചെറുപ്പക്കാരാ. ഒരു ക്ലിപ്പ് കണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ഉമ്മയോടും ഭാര്യയോടും യാത്ര പറഞ്ഞ് ജോലിക്ക് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവ് എല്ലാ ദിവസവും മടങ്ങി വരുമ്പോ തളർന്ന് ക്ഷീണിച്ചു കിടക്കുന്ന ഉമ്മയുടെ ശരീരത്ത് മുറിവുകൾ. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ ഭാര്യയോട് ചോദിച്ചിട്ട് മറുപടിയില്ല. ഭാര്യ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. അവസാനം ഭാര്യ അറിയാതെ ഒരു ക്യാമറ വീട്ടിൽ ഫിറ്റ് ചെയ്തു. ഇപ്പൊ ക്യാമറയ്ക്ക് സുലഭമാണല്ലോ. അത് ഫിറ്റ് ചെയ്തിട്ട് പിറ്റേന്ന് ഭർത്താവ് ഇതുപോലെ രാവിലെ യാത്ര പറഞ്ഞു പോയി വൈകുന്നേരം വന്ന് നോക്കുമ്പോ അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഉമ്മയെ ചെയ്യുന്ന ക്രൂരതകൾ ആ ക്യാമറയിലൂടെ കണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. വെള്ളം ചോദിക്കുന്ന ഉമ്മാടെ വാച്ചകത്ത് പാത്രം കൊണ്ട് ഇടിക്കുകയാണ് പ്രിയപ്പെട്ട ഭാര്യ. അല്ലാഹുവേ, എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ കട്ടിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയെ കാലുകൊണ്ട് ചവിട്ടി തറയിലിട്ട് തൊഴിക്കുകയാണ് പ്രിയപ്പെട്ട ഭാര്യ. ആ സഹോദരൻ ചങ്കുപൊട്ടുകയാണ്. എങ്ങനെ സഹിക്കാൻ പറ്റൂ എന്റെ ഗൾഫുകാരാ, ഇങ്ങനെ സഹിക്കാൻ പറ്റൂ എന്റെ ഗൾഫുകാരാ. തിരുവനന്തപുരം ജില്ലയുടെ ഭീമാപ്പള്ളിയിൽ ഒരു ദിവസം ചാനലുകാർ മുഴുവനും വന്ന് ഒരു ഉമ്മയുടെ ചുറ്റും കൂടി. ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അറിയില്ല മക്കളെ, അറിയില്ല. എന്റെ പൊന്നുമോനും നില കൊണ്ടുവന്നതാണ്. ഉമ്മാക്ക് ഭീമാപ്പള്ളി കാണണ്ടേ എന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നപ്പോ അവൻ വാങ്ങിയ പുതിയ വാഹനത്തിന്റെ അകത്ത് എന്നെ കയറ്റി കൊണ്ടുവന്നതാണ്. ഞാൻ കരുതി അല്ലാഹു എന്റെ പൊന്നുമോൻ എന്നോട് സ്നേഹം കൊണ്ടുവരുന്നതാണെന്നല്ല. ഭീമാപ്പള്ളിയിലെ സിയാറത്തിന്റെ വെള്ളിയാഴ്ച രാവിന്റെ തിരക്കുകൾക്കിടയിൽ പൂച്ചയെ കൊണ്ട് കളയുന്ന പോലെ എന്നെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് എന്റെ പൊന്നുമോൻ പോയി. എനിക്ക് തിരിച്ചു പോകാനറിയില്ല. മോന്റെ പേരൊന്ന് പറയൂ, നിങ്ങളുടെ നാടൊന്ന് പറയൂ, ഞങ്ങൾക്ക് അവനെ പിടിക്കാമെന്ന് പറഞ്ഞപ്പോ ഇല്ല. എന്റെ പൊന്നുമോൻ പാവമാണ്, ഞാൻ വീട്ടിലുള്ളത് അവനൊരു ശല്യമാണെങ്കിൽ എന്റെ പൊന്നുമോൻ മക്കളോടൊത്ത് സന്തോഷത്തോടെ കഴിയട്ടെ, ഞാൻ ഈ പള്ളിയുടെ മുമ്പ് കിടന്നുകൊള്ളാം. മക്കളെ ബുദ്ധിമുട്ടിക്കാറ് ആ സ്നേഹം ആ സമയത്തും കൊതിച്ചു പോലെ ഉമ്മാക്ക് പകരം വെക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഏത് ചാൻസിയറാണ് ഞാനടാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം ചെറുപ്പക്കാരാ. എന്നിട്ട് പൊട്ടിക്കരയണം മോനെ. വാപ്പയും അങ്ങനെ തന്നെയാണ്. ഭക്ഷണം വാരി മോനെ കഴിക്കടാന്ന് പറഞ്ഞ് തരുമ്പോ പല വാപ്പമാരും പട്ടിണിയായിരുന്നു, നമ്മളറിഞ്ഞില്ല.
പല ഉപ്പമാരും പട്ടിണിയാണ്, നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മളടുത്ത് വന്നിട്ട് തലയുടെ വിയർപ്പിങ്ങനെ കൈകൊണ്ട് തടവിക്കളഞ്ഞിട്ട് നമ്മുടെ നെറ്റിയിൽ മുത്തം തന്നിട്ട് പോകുന്ന വാപ്പയെ നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞതിന്റെ, ഈ മജ്ലിസിൽ വന്നിരുന്ന് ത്യാഗം ചെയ്തതിന്റെ പ്രതിഫലം ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നീ കൊടുക്കണയല്ല. അങ്ങനെയാവട്ടെ. ബാക്കി രണ്ട് വിഭാഗത്തെ പറയുന്നതിന് മുമ്പ് അങ്ങനെയാവട്ടെ ചെറുപ്പക്കാരാ.